എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മോർണിംഗ് ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ ഓണം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇത്തവണ ഞങ്ങൾ കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ ഓണമാണ്. ഞങ്ങളിവിടെ UP-യിൽ താമസിക്കുന്ന ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലല്ല കേട്ടോ, പകരം പുറത്ത് വീടെടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലി ഒന്നും ഒപ്പം അടുത്തുണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുക. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഹിന്ദി സംസാരിച്ച് നമ്മുടെ ലാംഗ്വേജ് ഏകദേശമൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ. ഇപ്പം തന്നെ ഏകദേശമൊക്കെ ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജീവിച്ച് പോകാനുള്ള ഹിന്ദിയൊക്കെ അത്യാവശ്യം പഠിച്ചു. പിന്നെ നാട്ടിലിപ്പോൾ ഓണമൊക്കെ ആയിട്ട് പൂക്കളിടലും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കൾച്ചർ കാണിക്കണമല്ലോ, കേരളത്തിൻ്റെ തനതായ ഓണം വിഷു അതൊക്കെ നമ്മൾ ആഘോഷിച്ച് കാണിക്കണം. ഓൾറെഡി നമുക്ക് കേരളത്തിൽ തീരെ പൂജ ആഘോഷമൊന്നും ഇല്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് പറയണത്. നമ്മളുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഓണം വിഷു അതൊക്കെയല്ലേ, അപ്പോൾ അത് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. ഇത്തവണ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല ഓണത്തിന്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ ഓണം ഇവിടെയാണ് ആഘോഷിക്കണേ. അപ്പോൾ ഓരോ ദിവസം പൂവിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂ വാങ്ങേണ്ടി വരുമെന്ന് ഞങ്ങൾ ആദ്യം കരുതിയിരുന്നു. അപ്പോൾ പൂ വാങ്ങിയിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂവിട്ടൊരു തൃപ്തി കിട്ടാത്ത മാതിരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആദ്യത്തെ ദിവസം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. പിന്നെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി കുറച്ച് പൂവൊക്കെ പെറുക്കി അതൊക്കെ ഇടുകയാണ് ചെയ്തത്. പിന്നെ ദൈവം അനുഗ്രഹിച്ച് എല്ലാ ദിവസവും നമുക്ക് പൂവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈറ്റ് കോമ്പറ്റീഷനാണ്. നമുക്ക് പൂക്കളിടാൻ വേണ്ടിയിട്ടാണ് പൂവ്, നമുക്ക് വെറും 10 ദിവസത്തിന് മതി. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് എന്നും വേണം. അതുകൊണ്ട് തന്നെ നേരത്തെ പോയി കഴിഞ്ഞാലേ നമുക്ക് പൂവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഹസ്ബൻഡിന് രാവിലെ നേരത്തെയാണ് ഡ്യൂട്ടി, അതേമാതിരി തന്നെ മോൾക്ക് മോർണിംഗ് ഷിഫ്റ്റ് സ്കൂളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണത്താൽ തന്നെ നേരത്തെ എന്തായാലും എണീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ തന്നെ മോളെ കൊണ്ടാക്കാൻ നേരത്തെ തന്നെ ഞാൻ പോയിട്ട് പൂവെല്ലാം പെറുക്കലാണ്. അന്നേരം ആകുമ്പോൾ നേരത്തെ ആവുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പൂ കിട്ടാറുണ്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലല്ല നിൽക്കണ, പകരം പുറത്ത് റെൻറ്റിന് നിൽക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടായിരുന്നു കേട്ടോ ഞങ്ങൾ റെൻറ്റിനെടുത്തത്. നല്ല ബാൽക്കണി സ്പേസ് ഒക്കെ ഉള്ള വീട് നോക്കിയിട്ടാണ് എടുത്തിരുന്നത്. ഇനി നമ്മൾ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് എങ്ങാനും ആയിരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചതും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് നമുക്ക് പിന്നെ അതുമ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്തെടുക്കേണ്ടി വരും, നമുക്ക് ആപ്റ്റായ രീതിയിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് വീടാണ്, ആദ്യമായിട്ട് വാടകയ്ക്ക് നിൽക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടും കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഹസ്ബൻഡും മോളും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ നനയ്ക്കുക, അതേമാതിരി പുതിയ പുതിയ ചെടിയൊക്കെ കുഴിച്ചിടുക, അതിനെ കെയർ ചെയ്യുക, അതൊക്കെയാണ് മെയിൻ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ട പരിപാടി. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു പിക്ചർ വരയ്ക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ചെടികളൊക്കെ നമ്മളിവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മല്ലിച്ചപ്പ് കുഴിച്ചിട്ടുണ്ട്, അത് വന്നിട്ടില്ല, മുളച്ചിട്ടില്ല. മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ. അതേമാതിരി പുതിനയില കുഴിച്ചിട്ടുണ്ട്, കരിവേപ്പിൻ്റെ ഇലയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഒക്കെ ഇങ്ങനെ ആയി വരണു. പിന്നെ അതേമാതിരി എനിക്ക് പട്ടാളക്കാരനായ കല്യാണമാണ് വന്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ സുഖമായല്ലോ, ഇനി ഇന്ത്യ മുഴുവൻ കറങ്ങാലോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരു കണക്കിന് ആലോചിച്ചാൽ അത് ശരിയാണ്. നമുക്ക് ഇന്ത്യ മുഴുവനൊന്നുമില്ലെങ്കിലും പോസ്റ്റിംഗ് കിട്ടണതനുസരിച്ച് നമുക്ക് ആ സ്ഥലങ്ങളിലൂടെയൊക്കെ കറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്കൂൾ പഠിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ഥലം മാറുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളും കാര്യങ്ങളും പിന്നെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ പുതിയ അന്തരീക്ഷമൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കി ഒന്നും എനിക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഓരോരോ കൾച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ, അത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ UP-യിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെ കൾച്ചർ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ്. ഇവർക്ക് മിക്ക ദിവസങ്ങളും കുറേ പൂജകളും കുറേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് കുറേ ആഘോഷങ്ങളുള്ള മാതിരി എനിക്ക് തോന്നിയത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ശ്രാവൺ മഹീന നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച കളറിലുള്ള കുപ്പികളിടും, അതേമാതിരി പച്ച കളർ ഷാളോ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ച കളർ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ അതിൻ്റേതായ പൂജയും വ്രതവും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നുമില്ല, നമുക്ക് രാമായണ മാസമാണ്, അത് കുറച്ച് ദിവസം ആചരിക്കും അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ അതിലപ്പുറം നമുക്ക് വലിയ പ്രത്യേകിച്ച് പൂജ ഇതൊന്നും ഇല്ല. എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞങ്ങൾക്ക് കേരളത്തിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് ഞാൻ പറയൽ.
പിന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ ഈ അയോധ്യയിലും വാരണാസിയിലൊന്നും പോകണില്ലല്ലോ, എന്താ പോവാത്തേ, നിങ്ങൾക്ക് അവിടെ അടുത്തല്ലേ, എന്നിട്ട് എന്താ പോവാത്തതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂട് കാലാവസ്ഥയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള ആരുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളോട് ഇപ്പോൾ പോവണ്ട, ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോകാനുള്ള മൂഡേ പോവും. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഒരു മാസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തണുപ്പ് സീസൺ തുടങ്ങും. അന്നേരത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാനും തൊഴുകാനും ഒക്കെ നമുക്ക് പറ്റണ ഒരു ക്ലൈമറ്റ് ആകുമ്പോൾ അന്നേരത്ത് പോയിക്കൊള്ളാമെന്നാണ് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും പറഞ്ഞത്. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ബഡാമാമ്പ്ര, ചോട്ടായിമാമ്പ്ര അങ്ങനെ പോലത്തെ കുറേ ഹിസ്റ്റോറിക്കലായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇനി കുറച്ച് വിട്ടുള്ള സ്ഥലങ്ങളാണ് പോകാനുള്ളത്. അത് നമ്മളെല്ലാം കണ്ട് കണ്ട് വരും. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം നാട്ടിലത്തേനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ പച്ചക്കറിയും സാധനങ്ങളൊക്കെ അത്യാവശ്യം വിലക്കുറവാണ്. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബാർഗെയിൻ ചെയ്യാം. അതൊക്കെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ അതേമാതിരി ഇവിടുത്തെ മാർക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലാണല്ലോ നമ്മൾ പോവുക. അതിൻ്റെ ഉള്ളിലുണ്ടാവും പച്ചക്കറിയും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാർക്കറ്റിലുണ്ടാവും. പച്ചക്കറീൻ്റെ മാർക്കറ്റാണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് പച്ചക്കറി. അതേമാതിരി ഡ്രസ്സാണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഡ്രസ്സ്. നമുക്ക് എങ്ങനെ ബാർഗെയിൻ ചെയ്താലും നാട്ടിലത്തേനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടേ കിട്ടുള്ളൂ. നമ്മൾ അവിടെ കേരളത്തിലെ റേറ്റ് വെച്ച് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ലാഭമാണ്, കാര്യങ്ങളെല്ലാം അത്യാവശ്യം ലാഭമാണ്. പിന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ലക്നൗവിൽ എന്താ ഫേമസ് എന്ന്. ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയാണ്. അതും ചിക്കൻകാരി തുണിയാണ്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള തുണിയാണ്. അതിവിടെ ഭയങ്കര ഫേമസ് ആണ്. അത്യാവശ്യം ചീപ്പുമാണ്. ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഡ്രസ്സാണ്. പിന്നെ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആവും. പിന്നെ റേറ്റ് കുറയണതിനനുസരിച്ച് ചിലപ്പോഴൊക്കെ അത് മെഷീൻ എംബ്രോയ്ഡറിയിലായിട്ടും വരാറുണ്ട്. ഇവിടെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട്. രസ്മലായി ഉണ്ട്, ഗുജിയ ഉണ്ട്, അതേമാതിരി പലതരം ഗുലാബ് ജാമുനുകളുണ്ട്, രാജ്ഭോഗ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി കഴിച്ചു നോക്കാൻ പറ്റണ ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് ഇവിടെ കിട്ടും. ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. നമ്മൾ കഥ അറിഞ്ഞിട്ട് നമ്മുടെ പോയിന്റിൽ നിന്ന് വിട്ടുപോയോന്ന് എനിക്കൊരു സംശയം. ഇന്ന് ഞാൻ ചെയ്ത ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേഡി ബഗിനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇതുമാതിരത്തെ വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.